ഗൈസ്, ഐ എം സഹല. എനിക്ക് 23 വയസ്സായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എങ്ങനെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയി ഈ വയസ്സിൽ, അതായത് 18 വയസ്സ് മുതൽ ഞാൻ എങ്ങനെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് 10ാം ക്ലാസ് മുതലേ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അതായത് പൈസ ഉണ്ടാക്കണം എന്ന്. അന്ന് ഞാൻ എന്താ പറയുക, എന്തിനോ വേണ്ടി ജീവിച്ചു പോകുന്നു. കൃത്യമായിട്ട് ലക്ഷ്യങ്ങളോ അങ്ങനത്തെ ഒരു സാധനങ്ങളും ഇല്ലായിരുന്നു. ഞാനിങ്ങനെ രാവിലെ എണീക്കുന്നു, സ്കൂളിൽ പോകുന്നു, ഫുഡ് കഴിക്കുന്നു, ഇതൊക്കെ തന്നെ, എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നു, ഇതൊക്കെ തന്നെ ആയിരുന്നു എൻ്റെ ആ ഒരു ലൈഫ്. പക്ഷേ ആ സമയത്തും എനിക്ക് പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു സാധനം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു ഗേൾസ്, ഐ മീൻ എൻ്റെ ഒരു സറൗണ്ടിങ്സിലായിക്കോട്ടെ, എൻ്റെ ചുറ്റുവട്ടത്തായിക്കോട്ടെ, ആരും ഗേൾസ് അങ്ങനെ ആ ടൈമിൽ ഓവറായിട്ട് വർക്കിന് പോയി. ഇപ്പോഴും കുറച്ച് ആൾക്കാരെ പോകുന്നുള്ളൂ. അതുകൊണ്ട് എൻ്റെ 10ാം ക്ലാസ്സിനൊന്നും ഞാൻ ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടിട്ടില്ല. അതായത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു എഫേർട്ടും ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യബോധം ഒന്നും ഇല്ലാതെ അങ്ങനെ എന്തിനോ വേണ്ടി ജീവിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ ഞാൻ +2 ഒക്കെ എത്തിയപ്പോൾ, അന്ന് എനിക്ക് ജേർണലിസം ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പേജ് +2 ടൈമിൽ ഒരു പേജ് ഫോട്ടോഗ്രാഫിനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ടായിരുന്നു. അന്ന് മുതലാണ് ഞാൻ എൻ്റെ ഫോട്ടോഗ്രാഫിയിലുള്ള ഇൻട്രസ്റ്റ് മനസ്സിലാക്കാൻ തുടങ്ങിയത്. ആ ടൈമിൽ ഞങ്ങളുടെ ടീച്ചർ ഫോട്ടോഗ്രാഫിനെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ കൊണ്ടുവന്നു പഠിപ്പിക്കാൻ. മൂപ്പര് ഒരു യങ് ആയിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അപ്പോൾ മൂപ്പരുടെ അടുത്ത് കുറേ ക്യാമറയും ഒക്കെ ആയിട്ടാണ് മൂപ്പര് വന്നിരുന്നത്. അപ്പം തന്നെ എനിക്ക് അതിൻ്റെ എന്താ പറയുക, ഒരു കൗതുകമൊക്കെ കൂടാൻ തുടങ്ങി. ഞാൻ ഒരു 8ാം ക്ലാസ് മുതലേ ഫോട്ടോ എടുക്കും. അത് ഞാൻ റിയലൈസ് ചെയ്യണത് തന്നെ ആ ടൈമിലാണ്. കാരണം എനിക്ക് ഒരു ഫോൺ കയ്യിൽ കിട്ടിയാൽ ഞാൻ വേറെ ഒന്നും ഞാൻ ചെയ്യില്ല. ഐ മീൻ ഗെയിം കളിക്കുക, അതിലേറെ ഞാൻ കൂടുതൽ ചെയ്തിരുന്ന ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കലായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് കുറേ ആ ടൈമിലുള്ള കുറേ ഞാൻ എടുത്ത ഫോട്ടോസൊക്കെ ഇപ്പോഴും ഉണ്ട്. ഞാൻ കുറേ ഫോട്ടോ എല്ലാവരും ഇങ്ങനെ എടുക്കണോണ്ട് അതൊക്കെ എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായി എനിക്ക് ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം. പിന്നെ അന്ന് ആ സാറ് നമുക്ക് ഇതിലുള്ള സ്കോപ്പിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഞാൻ അതുവരെ ചിന്തിച്ചിരുന്നത് ഫോട്ടോഗ്രാഫി ബോയ്സ് മാത്രം, അല്ലെങ്കിൽ ആണുങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു സാധനമാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം നമ്മൾ നാട്ടിലൊക്കെ ആയിക്കോട്ടെ, എന്ത് പരിപാടിക്കും വെഡ്ഡിങ്ങോ എന്തിനാണെങ്കിലും ആണുങ്ങളാണ് ക്യാമറ ആയിട്ട് വരല്. അപ്പം ഞാനൊരു ഫീമെയിൽ ഫോട്ടോഗ്രാഫറെ കണ്ടിട്ടേ ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഇത് അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. പക്ഷേ മൂപ്പര് വന്നപ്പോൾ മൂപ്പര് നമുക്ക് കുറേ ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കുറേ ലേഡി ഫോട്ടോഗ്രാഫേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നു. ഐ മീൻ അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്സ് കാണിച്ചു തന്നു, അവരുടെ പ്രൊഫൈൽ, അവരുടെ വെഡ്ഡിങ് കമ്പനി, അതിൻ്റെ പ്രൊഫൈലൊക്കെ കാണിച്ചു തന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ പെണ്ണുങ്ങളും ഉണ്ട് എന്നുള്ളത്. അതുവരെ എനിക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. ഒന്നാമത് നമ്മൾ ഇൻസ്റ്റഗ്രാമൊക്കെ യൂസ് ചെയ്ത് തുടങ്ങണുള്ളൂ. ഫോട്ടോഗ്രാഫേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ ഒന്ന് പർദ ഫാത്തിമ ഉണ്ടായിരുന്നു. ഒന്ന് എൻ്റെ മെയിൻ റോൾ മോഡൽ. കാരണം അവർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമിൽ, ഐ മീൻ സ്റ്റാർട്ട് ചെയ്തൊരു ലെവലിലെത്തുന്ന ടൈമിലാണ് ഞാൻ അവരെ ഫോളോ ചെയ്യുന്നത്. അപ്പം അവരെല്ലാ ജേണിയും ഞാൻ കണ്ടിട്ടുണ്ട്. ഐ മീൻ ഇൻസ്റ്റഗ്രാമിലുള്ള ജേണീസ്. അപ്പോൾ അവരുടെ ഫോട്ടോസ് എടുക്കുമ്പോൾ അത് ഇമ്പ്രൂവ് ആയി വരുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം 36 എൻ്റെ മെയിൻ എന്താ പറയുക ഇൻസ്പിറേഷൻ, റോൾ മോഡൽ എന്നൊക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡെയ്സി ഡേവിഡ്, പിന്നെ ദ ഹിജാബിഗ്രാഫർ, അങ്ങനെ കുറേ ഫീമെയിൽ ഫോട്ടോഗ്രാഫേഴ്സിനെ കണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൽ ബോയ്സ് മാത്രമല്ല ഗേൾസും ഉണ്ട്. അന്ന് ആ സാറ് നമുക്ക് പറഞ്ഞു തന്നു ബോയ്സിനെക്കാട്ടിലും കൂടുതൽ ഗേൾസിനാണ് ഈ ഒരു ഫീൽഡിൽ കൂടുതൽ കളറാവാൻ പറ്റുക. അതായത് അവർക്കാണ് ഒന്നും കൂടി ചില ഷൂട്ടുകൾ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ച് ബേബി ഷൂട്ട് ആയിക്കോട്ടെ, പിന്നെ വെഡ്ഡിങ് ഷൂട്ട്, അതായത് ഈ ഫീമെയിലിൻ്റെ ഭാഗത്തു നിന്നുള്ള വെഡ്ഡിങ് ഷൂട്ട്, പ്രീ വെഡ്ഡിങ് ഷൂട്ട്. ഇപ്പോൾ ഒരു വെഡ്ഡിങ് നടക്കുമ്പോൾ അതിൽ മെയിൻലി ഫീമെയിൽസിൻ്റെ ഭാഗത്താണ് കുറേ പ്രോഗ്രാംസ് വരിക. അപ്പോൾ അതൊക്കെ ഏറ്റവും ബെറ്ററായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഗേൾസിനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അന്ന് മുതലാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ലക്ഷ്യബോധം എന്നുള്ളൊരു സാധനത്തിലെത്താനെങ്കിൽ എനിക്ക് വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ ഞാൻ ആ ടൈം മുതൽ ഫോട്ടോഗ്രാഫിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടും അതിൽ ഞാൻ പിന്നെ അങ്ങോട്ട് ഫുള്ള് ഞാൻ അങ്ങനെ ഒരു ലൈഫിലായിട്ട് പോയി. അങ്ങനെ ഒരു ഇതിൽ ഇങ്ങനെ പോയോണ്ടിരുന്നു. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ അന്ന് കൊറോണ ടൈം വന്നു. എൻ്റെ +2 ലാസ്റ്റൊക്കെ കൊറോണ കൊണ്ടുപോയി എന്ന് പറയാം. മേ ബി കുറേ ആൾക്കാർക്ക് ഭയങ്കര വിഷമമുള്ള ഒരു ടൈമായിരിക്കും കൊറോണ. എനിക്ക് വിഷമമുള്ള ടൈം തന്നെ ആയിരുന്നു. പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യബോധം വേണം, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ഇമ്പ്രൂവ് ചെയ്യണം, അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. ഇതൊക്കെ ഞാൻ ചെയ്തത് ഈ കൊറോണ ടൈമിലാണ്. ഒക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്തത്. കാരണം
+2 കഴിഞ്ഞാൽ പൊതുവെ എല്ലാവരും ഒന്ന് സ്റ്റക്കാവും. ആ പീരീഡിൽ നിൽക്കുമ്പോൾ എനിക്ക് കൂടുതൽ കൊറോണ ആയതുകൊണ്ട് നമുക്ക് ക്ലാസ് ഒന്നും പെട്ടെന്ന് തുടങ്ങിയില്ല. ഫുൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ടൈമിൽ ഞാൻ ഇതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. കൂടുതൽ ഫോട്ടോ, എൻ്റെ പേജൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ആ ടൈമിലായിരുന്നു. എൻ്റെ പേജിൻ്റെ പേര് സഹല ഫോട്ടോഗ്രാഫി എന്നാണ്. അപ്പോൾ അതൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ആ ടൈമിലായിരുന്നു. എൻ്റെ കയ്യിൽ എന്താണോ അതും കൂടി നോട്ട് ദ പോയിന്റ് ആണ്. നമ്മളൊരു സാധനം ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ എല്ലാ സാധനങ്ങളും കിട്ടട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. എന്നെ സംബന്ധിച്ചിടത്ത് എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത ഒരു കാര്യം നടക്കൂല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ചിട്ട് ഞാൻ മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ നോക്കിയിരുന്നു. അത് എൻ്റെ അടുത്ത് പഴയ ഫോണുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സാംസങ്, റിയൽമി ഇതൊക്കെ ആയിരുന്നു. ഇത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫസ്റ്റുള്ള എൻ്റെ പേജിലുള്ള കുറേ ഫോട്ടോസ് എടുത്തിട്ടുള്ളത്. ആ പ്രാക്ടീസിൻ്റെ ടൈമിലും ഞാൻ കുറേ ഫോട്ടോ എടുത്തത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഞാൻ തന്നെ സ്വന്തം ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫ്രണ്ട് ക്യാമറ തന്നു. അതൊക്കെ ഇങ്ങോട്ട് വന്നതാണ്. എൻ്റെ ഒരു സാറുണ്ട്, ഞാൻ കോളേജ് പഠിക്കുമ്പോൾ മൂപ്പര് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. അതായത് നമ്മളൊരു കാര്യം തുടങ്ങാൻ ഭയങ്കര പാടേക്കും, പക്ഷെ തുടങ്ങി കഴിഞ്ഞാൽ അതിനാവശ്യമുള്ള ചില സാധനങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അതിന് കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ. അങ്ങനെ വന്നതായിരുന്നു ഈ ക്യാമറ. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല എനിക്ക് അത്രയും നേരത്തെ അത് വലിയ സെറ്റപ്പ് ക്യാമറ ഒന്നുമല്ല, ചെറിയ ക്യാമറയാണ്. പക്ഷെ ക്യാമറ പഠിക്കാൻ പറ്റുന്ന അത്രയും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. പിന്നെ ഞാൻ ആ ക്യാമറ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ആ ക്യാമറ വെച്ചിട്ട് ചില ഷൂട്ട്സൊക്കെ ഞാൻ തന്നെ സ്വയം കണ്ടക്ട് ചെയ്തു. വലിയ വലിയ ആൾക്കാരൊന്നും വിളിക്കാതെ എൻ്റെ തന്നെ സറൗണ്ടിങ്സിലുള്ള കുറച്ച് മോഡൽസിനൊക്കെ വെച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്തു. അങ്ങനെ ഞാൻ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ ഞാൻ +2 ഒക്കെ കഴിഞ്ഞ് ഈ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എനിക്ക് ഡിഗ്രിക്കുള്ള അഡ്മിഷൻ്റെ കാര്യങ്ങൾ വന്നു. ആ ടൈമിൽ ഞാൻ ഈ +2 കഴിഞ്ഞ ടൈമിൽ തന്നെ ഞാൻ ഫോട്ടോഗ്രാഫി പഠിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന് എങ്ങനെ ഇത് പഠിക്കാൻ പറ്റും, എവിടെ പോയി പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ഞാൻ എൻ്റെ പല വഴിക്ക് ശ്രമിച്ചു. അപ്പോഴൊക്കെ ഞാൻ നോക്കുമ്പോൾ ഏത് കോഴ്സ് ആയിക്കോട്ടെ നല്ല എക്സ്പെൻസാണ്. അത്രയും എക്സ്പെൻസ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ എനിക്കൊരു ക്യാമറ വാങ്ങിക്കാമല്ലോ എന്നുള്ളൊരു സാധനം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ ആലോചിച്ച് നോക്കി അത് പറ്റൂല. അപ്പോൾ എനിക്കിത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാനൊരു ഫീ ഒന്നും ഇല്ലാത്ത എന്തെങ്കിലും നോക്കണം എന്നുള്ളത്. അങ്ങനെയാണ് ഡിഗ്രിക്ക് ഇത് പഠിപ്പിക്കേണ്ടതെന്ന് എന്നോട് കോളേജിൽ നിന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു സാറ് പറഞ്ഞായിരുന്നു. അങ്ങനെ ഡിഗ്രിക്ക് മൾട്ടിമീഡിയ ആണ് കോഴ്സിൽ നമുക്ക് ഫോട്ടോഗ്രാഫിനെ കുറിച്ച് ഒരു ടച്ച് വിടാതെ നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അത്രയും ഫോക്കസ്ഡ് ആയിരിക്കില്ല, പക്ഷെ ഒരു ഭാഗം ഇത് മെയിനായിട്ട് ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞപ്പോൾ നമുക്ക് സബ്ജക്റ്റ് തന്നെ ഉണ്ടായിരുന്നു ഫോട്ടോഗ്രാഫീൻ്റെ. അപ്പം ഞാൻ ഓക്കെ എന്നാൽ അത് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എൻ്റെ ഫസ്റ്റ് ഇയർ സമയമൊക്കെ കൊറോണ സമയമാണ്. ആ ടൈമിലാണ് ഞാൻ ഈ ഒരു പ്രാക്ടീസും കാര്യങ്ങളും കണ്ടിന്യൂസ്ലി ഫോട്ടോസ് അപ്ലോഡ് ചെയ്യും, കുറച്ച് ആൾക്കാർ വെച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഫസ്റ്റ് വർക്ക് കിട്ടി. ഇതാണ് എൻ്റെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ള ആ ഒരു സ്ട്രോങ് ഒരു സാധനം എൻ്റെ ഉള്ളിൽ വരാനുള്ള മെയിൻ റീസൺ ഈ ഒരു വർക്കായിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ്ങിന് അവൾക്ക് വർക്ക് തന്നു. എന്നിട്ട് എനിക്ക് ആ ഷൂട്ട് കഴിഞ്ഞിട്ട് 1000 രൂപയാണ് സാലറി കിട്ടിയത്. അതായിരുന്നു എൻ്റെ മെയിൻ ഹാപ്പി മൊമെൻറ്റ്. അവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഞാൻ ഈ ഫോട്ടോഗ്രാഫി ഫീൽഡിലേക്ക് ഫോക്കസ് ചെയ്യുന്ന കണ്ടപ്പോൾ മുതൽ കുറേ ആൾക്കാർ എന്നെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ അത്രയും ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാരായിക്കോട്ടെ എന്നെ കുറേ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു ഫീൽഡ്, കാരണം പറഞ്ഞിട്ടും കാര്യമില്ല. ഇത്രയും ഈ ഒരു ഫീൽഡ് ഞാൻ തന്നെ പരിചയപ്പെടുന്ന ഞാൻ സ്കൂളിൽ പോയിട്ട് ആ ഒരു വിഷയം എടുത്തുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ഞാനും ഫോട്ടോഗ്രാഫി പറഞ്ഞ ഫീൽഡ് ഗേൾസിനെ പറ്റും ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമൊന്നും ഞാനും അപ്പം പഠിക്കൂല. അപ്പോൾ ഇവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല, കാരണം ഒരു കണ്ടിട്ട് പോലും ഇല്ല. ഇൻസ്റ്റഗ്രാമൊക്കെ ആ സമയത്ത് വന്നു തുടങ്ങുന്നുള്ളൂ. അപ്പം ഇപ്പം തന്നെ ചിലപ്പോൾ ലേഡി ഫോട്ടോഗ്രാഫേഴ്സിനെ എല്ലാവരും മേ ബി കണ്ടിട്ടുണ്ടാവില്ല. അത്രയും എൻ്റെ ഒരു ക്ലോസ് സർക്കിൾ സറൗണ്ടിങ്സിൽ നിൽക്കുന്ന ആൾക്കാർക്ക്. അതുകൊണ്ട് ഇനി ഈ ഒരു ഫസ്റ്റ് 1000 രൂപ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ അത്രയും കാലം ഈ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ വരെ കൺവിൻസ് ചെയ്യാൻ പാടിക്കാറുള്ളൂ. പക്ഷെ അത് കിട്ടിയപ്പോൾ കുറച്ചെങ്കിലും അവരൊക്കെ ഒന്ന് ലൂസായി. പക്ഷെ ലൂസായി എന്നല്ല, കുറച്ചെങ്കിലും. മെയിനായിട്ട് ഞാൻ കോളേജിൽ പോകാൻ കാരണം എനിക്ക് ഇങ്ങനത്തെ ഒരു ക്ലോസ് സർക്കിളെങ്കിലും കിട്ടണം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് കിട്ടും, അത് പക്ക ഷുവറാണ്. ഞാൻ കോളേജിൽ പോയിട്ട് എനിക്ക് അത് ഒരു മെയിൻ സാധനമായിരുന്നു. എനിക്ക് ഈ ഒരു ഫോട്ടോഗ്രാഫി ഫീൽഡിൽ കുറേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്, ബോയ്സ് ആയിക്കോട്ടെ ഗേൾസ് ആയിക്കോട്ടെ. അങ്ങനെ ആ 1000 രൂപ കിട്ടിയപ്പോഴാണ് ശരിക്കും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണേൻ്റെ വാല്യൂ എനിക്ക് മനസ്സിലായി തുടങ്ങി. പിന്നെ എനിക്ക് അങ്ങോട്ട് മനസ്സിലായി അത്യാവശ്യം
ഞാൻ പണിയെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാവുന്നതേ ഉള്ളൂ, അത്യാവശ്യം ഞാൻ ഹാർഡ് വർക്ക് ചെയ്താൽ. അങ്ങനെ ഫസ്റ്റ് വർക്ക് കിട്ടി, പിന്നെ അങ്ങോട്ട് സ്റ്റെക്കാണ്, ഇനി ഒന്നും കിട്ടൂല എന്നുള്ളൊരു സാധനത്തിൽ നിൽക്കുകയാണ് ഞാൻ. കാരണം ഒന്നും എക്സ്പെക്ട് ചെയ്യണില്ല, ഞാൻ അതിന് മാത്രം എന്താ പറയുക ഇമ്പ്രൂവ് ചെയ്ത് വർക്ക് ചെയ്യണമില്ല. അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് അടുത്ത വർക്ക് വരുന്നത്. ഇങ്ങനെ വർക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് ഒന്നും കൂടി ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു സാധനം വരെ, ഒരു ത്വര. ഓക്കെ, ഞാൻ എഫേർട്ട് ഇടുന്നതിന് ഉപകാരം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളൊരു സാധനം ഇങ്ങനെ നമുക്ക് ആരെങ്കിലും ക്ലയൻറ്റ് നമ്മൾ വിളിക്കുമ്പോഴാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ വർക്ക് എനിക്ക് ആദ്യം കിട്ടിയ സാലറിനെക്കാട്ടിലും കൂടുതൽ പേയ്മെൻറ്റ് കിട്ടുന്ന വർക്കായിരുന്നു. അപ്പം അങ്ങനെ അതും ഞാൻ അറ്റൻഡ് ചെയ്ത്, ആ വർക്കും ഞാൻ കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ ആ പേയ്മെൻറ്റും കിട്ടി. അപ്പോൾ കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് വേറെ തന്നെയായിരുന്നു. ആ സമയത്ത് ഞാൻ ഒന്നാമത് ഹോസ്റ്റലിലൊക്കെ പഠിച്ചിരുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ടൈമിൽ, പഠിക്കുന്ന ടൈമിൽ. അപ്പോൾ ഹോസ്റ്റൽ ഫീസ് ആയിക്കോട്ടെ, ഒരു ടൈമിലെത്തി ഞാനന്ന് ആദ്യമായിട്ട് ഹോസ്റ്റൽ ഫീസ് സ്വന്തമായിട്ട് അടച്ചു. ആ സമയത്തേക്ക് നമ്മൾ ഹോസ്റ്റൽ ഫീസ് അടക്കാൻ നേരത്തുണ്ടാകുന്ന ഒരു സ്ട്രഗിളിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, ഈസി ആയിട്ട് എൻ്റെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട് ഞാൻ ഹോസ്റ്റൽ ഫീസ് അടിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി ശരിക്കും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയാൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട്. നമ്മൾ തന്നെ നമ്മൾ സെൽഫിനെ മനസ്സിലാക്കാൻ തുടങ്ങും, നമ്മൾ തന്നെ മൊത്തത്തിലൊരു എന്തൊക്കെ ഒരു മാറ്റം നമ്മുടെ ലൈഫിൽ നമ്മൾ ഫിനാൻഷ്യലി സെറ്റായാൽ വരും എനിക്ക് മനസ്സിലായി. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ അത്യാവശ്യം വർക്കൊക്കെ ചെയ്ത് പിന്നെയും കുറേ വർക്ക് കിട്ടാൻ തുടങ്ങി. പിന്നെ വേറൊരു വിഷയം എന്താ വെച്ചാൽ എനിക്ക് കുറേ ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ ഇത് തുടങ്ങിയപ്പോൾ മുതൽ ഫെയിലിയേഴ്സ് ആദ്യം തന്നെ ഞാൻ കൺവിൻസ് ചെയ്യുന്ന രീതിക്കാണ് കുറേ ഫെയിലിയർ എനിക്ക് ഉണ്ടായത്. പിന്നെ അതെനിക്ക് മനസ്സിലായി അതൊരിക്കലും ഞാൻ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത്. ഈ കൺവിൻസിങ്ങിൻ്റെ കാര്യം ഇപ്പോഴും റെഡി ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അത് വിട്ട്, ഞാൻ എന്തേ ആയിക്കോട്ടെ എന്നുള്ളൊരു മൈൻഡിലായി പിന്നെ കാരണം ഞാൻ അതിൽ ഫോക്കസ് ചെയ്താൽ എൻ്റെ ഒരു കാര്യം നടക്കൂല എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാനത് വിട്ട്. പിന്നെ രണ്ടാമത്തെ ഫെയിലിയർ ആയിരുന്നു എനിക്ക് ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ക്യാമറ കിട്ടാന്നുള്ളത്. അതെങ്ങനെ ഫെയിലിയർ എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ റെൻറ്റിന് ക്യാമറ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് റെൻറ്റിന് ക്യാമറ എടുക്കാൻ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്തി. അങ്ങനെ ഞാൻ അവിടുന്ന് റെൻറ്റിന് ക്യാമറ എടുക്കും, അവരൊക്കെ എനിക്ക് തരും, കാരണം ഫ്രണ്ട്സിൻ്റെ കണക്ഷനിൽ വരുന്നതാണ്. അപ്പോൾ അവരായിട്ട് സെറ്റായപ്പോൾ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ വേറൊരു സ്ഥലത്ത് നമുക്ക് വർക്ക് കിട്ടിയാൽ, ഇപ്പോൾ വേറെ ഇപ്പം എനിക്ക് ക്യാമറ കിട്ടുന്ന സ്ഥലം ഇവിടെയാണ്, പക്ഷെ എൻ്റെ വർക്ക് കിട്ടുന്ന സ്ഥലം ഇവിടെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് ക്യാമറ എടുത്ത് അവിടെ പോകാന്നുള്ളത് ഒരു റിസ്ക്കാണ്. അപ്പോൾ ഈ വീടിൻ്റെ അടുത്ത്, ഐ മീൻ നമ്മളെ ക്ലയൻറ്റിൻ്റെ വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ക്യാമറ റെൻ്റ് സ്ഥലം ഉണ്ടെങ്കിൽ അവിടുന്ന് റെൻറ്റിന് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള സംഭവം. അങ്ങനെയാണ് എല്ലാവരും ചെയ്യൽ. അപ്പം ഞാൻ അങ്ങനെ ചെയ്യുമ്പോഴുള്ള വിഷയം എന്താ വെച്ചാൽ, എല്ലാവരും ആദ്യം തന്നെ എന്നെ കാണുമ്പോൾ ഇങ്ങനെ നോക്കും. ഒന്നാമതേ ഞാൻ ഹൈറ്റൊക്കെ ചെറുതാണ്, കാണാൻ തന്നെ ചെറുതാ, പ്രായം എത്ര ഉണ്ട് എന്നുള്ള. അപ്പം ഇവരിങ്ങനെ നോക്കും ഇതിപ്പോൾ എന്തൊക്കെ സംഗതി. അപ്പോൾ ഗേളാണെങ്കിലും ആ ഒരു ഫോട്ടോഗ്രാഫർ ആ ഒരു സാധനം എൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ടാവില്ല, എനിക്ക് മനസ്സിലാവണില്ല. അങ്ങനെ വരുമ്പോൾ അവർ തരില്ല. അങ്ങനെ കുറേ സ്ഥലത്ത് ക്യാമറ കിട്ടാണ്ട് ഞാൻ സീനായി പോയതുണ്ട്. അങ്ങനെ ആ സമയത്താണ് ക്യാമറ ഇല്ലെങ്കിൽ ഉണ്ടാവേണ്ട പ്രശ്നങ്ങൾ മനസ്സിലായി. എനിക്ക് കുറേ മെസ്സേജസ് വരും, ക്ലയൻറ്റ്സ് ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പം ചില സാധനം എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഒരു 2 പ്രാവശ്യമായിട്ട് ഞാനിങ്ങനെ ക്യാമറ കിട്ടാതെ ഇതായി പോയിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ എന്താ പറയുക, ഞാൻ എന്ത് ചെയ്യും, ഈ വർക്ക് മാറ്റി കൊടുക്കും, വേറെ ആൾക്ക് കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യാന്നല്ലാണ്ട് ആ ഒരു സമയത്തൊരു സങ്കടം വരാണ്ട്, അതൊന്നൊന്നൊരു സങ്കടമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് വേറെ ക്ലയൻറ്റിനെ ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ഉണ്ടാവില്ല. കാരണം മെയിനായിട്ട് ഇവർ നമുക്ക് ക്യാമറ തരുന്ന ആൾക്കാർ വേറെ സ്ഥലത്താവും, നമുക്ക് കിട്ടുന്ന ക്ലയൻറ്റ് വേറെ സ്ഥലത്താവും. അപ്പോൾ നമുക്ക് ഭയങ്കര എക്സ്പെൻസ്, നമ്മൾ കിട്ടുന്ന പേയ്മെൻറ്റ് പോലെ നമുക്ക് അവിടെ മുതലാവാതെ വരും. അങ്ങനെ വന്നിട്ട് ഞാൻ കുറേ വർക്ക് എന്താ പറയുക ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഫെയിലിയർ എന്ന് പറയണത്. ഇതായിരുന്നു ശരിക്കും എനിക്ക് ഭയങ്കര കഷ്ടപ്പാടായിട്ട് തോന്നി. കാരണം നമുക്ക് ക്ലയൻറ്റ് വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ. ഒന്നാമത് ഞാൻ ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് നമുക്കൊരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാനുള്ളൊരു ത്വര ഉള്ളിലുണ്ടാവും, പക്ഷെ അത് പറ്റാത്തപ്പം ഉണ്ടാവുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അങ്ങനെ അതായിരുന്നു എൻ്റെ രണ്ടാമത്തെ ഫെയിലിയർ. അത് അങ്ങനെ പോയി. പിന്നെ മെയിനായിട്ട് ഞാൻ ഫോട്ടോഗ്രാഫി ചൂസ് ചെയ്തതിന് ശേഷം വർക്കിന് പോകുമല്ലോ, ആ സമയത്ത് നല്ല കോമഡിയാണ്. ആൾക്കാർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും നമ്മളെ. പ്രത്യേകിച്ച് ഐ മീൻ വലിയ ഹൈറ്റുള്ളൊരു ചെറിയ കുട്ടി എന്നാണ് എല്ലാവരും വിചാരിക്കുക. അപ്പം എന്താ പറയുക, എല്ലാവരും അതുകൊണ്ട് നോക്കണതാണോ അറിയില്ല. കുറച്ചുകൂടി പ്രായം ഉണ്ടെങ്കിലും ആ ഒരു സെറ്റപ്പിലാണെങ്കിലും ചിലപ്പോൾ ആൾക്കാർ നോക്കാൻ അത്ര ചാൻസ് ഉണ്ടാവില്ല. നമ്മൾ ഈ ബിഗിനർ ആയതുകൊണ്ട് അതിൻ്റെതായ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് നമ്മളെ കോൺഫിഡൻസിന് ഇല്ലാണ്ടാക്കും. പക്ഷേ എൻ്റെ ഒരു മെയിൻ പ്ലസ് പോയിന്റ് ആണ്, എനിക്ക് അപാര കോൺഫിഡൻസ് ആയി ഈ കാര്യത്തിൽ.
എന്താ പറയുക, ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ഞാനതൊന്നും മൈൻഡ് ചെയ്യില്ല. ഞാൻ കാണുന്നുണ്ടാവും സംഗതി, പക്ഷെ ഞാൻ ആലേക്ക് എൻ്റെ ക്ലയൻറ്റും ഞാനും തമ്മിലുള്ള ആ ഒരു സാധനമാണ്. കാരണം ക്ലയൻറ്റ് നമുക്ക് വിശ്വസിച്ചാണ് പൈസ തരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അതിനനുസരിച്ച് പണിയെടുത്ത് കൊടുക്കണം. ഈ ആൾക്കാർ നോക്കുന്നു, ഓ എനിക്ക് പറ്റുന്നില്ല എന്ന് വിചാരിച്ച് നിന്നിട്ട് കാര്യം ഉണ്ടാവില്ല. ഭയങ്കര ഉള്ളിലൊരു ഇതൊക്കെ ഉണ്ടാവും, പക്ഷെ ആ കോൺഫിഡൻസ് എൻ്റെ ഇതുവരെയായിട്ടും ഐ മീൻ അയിമലൊരു പോറൽ പോലും പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ ചെയ്യും, വർക്ക്സ് ഒക്കെ ചെയ്തിട്ട് നല്ല ഔട്ട്പുട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കുറേ വർക്കിന് ഞാൻ പോയിട്ടുണ്ട്. വെഡ്ഡിങ് ഷൂട്ട്, മറ്റേ ബേബി ഷൂട്ട്, പിന്നെ സേവ് ദ ഡേറ്റിൻ്റെ ബർത്ത്ഡേ, അങ്ങനത്തെ കുറേ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മളെ കോൺഫിഡൻസ് പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. എത്ര ഇതുണ്ടെങ്കിലും നമുക്ക് മറ്റേ എന്തിൻ്റെ തൊലിക്കട്ടി എന്ന് പറയില്ല നമ്മൾ, അങ്ങനത്തെ എന്തോ ഒരു ആനൻ്റെ തൊലിക്കട്ടിന്നോ അങ്ങനെ എന്തോ പറയും, അങ്ങനത്തെ തൊലിക്കട്ടി ഉണ്ടാവണം. മനസ്സിലായി? കോൺഫിഡൻസ് മെയിനാണ്. അത് വിട്ടിട്ട് അത് പോയാൽ പിന്നെ ഒന്നും നടക്കൂല. മറ്റേ ഞാനൊക്കെ എങ്ങനെയാ വെച്ചാൽ എൻ്റെ അടിമുടി ഫുള്ള് പോയിട്ടുണ്ടാവും. ഞാൻ മറ്റേ എന്തിലോ നിൽക്കേക്കാരം, എന്നാലും എൻ്റെ കോൺഫിഡൻസുമ്പോൾ ഞാൻ പിടിച്ചു നിൽക്കും. അതാണ് എൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ഡിഗ്രി ഒരു തേർഡ് ഇയർ ആവുന്ന സമയത്ത് തന്നെ അത്യാവശ്യം എൻ്റെ സാധനങ്ങൾ, ഐ മീൻ ഡ്രസ്സ്, വേറെ എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും നമ്മുടെ പോക്കറ്റ് മണി കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട ചില സമയമുണ്ട്. ഐ മീൻ ചില സാധനങ്ങൾ ചിലപ്പോൾ എൻ്റെ കയ്യിൽ അപ്പോൾ പൈസ ഇല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു നിലക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വർക്ക് ചെയ്യണോണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതും ഇന്നെ ഭയങ്കര നമ്മളടുത്ത് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ആൾക്കാരോടൊന്നും ചില കാര്യങ്ങൾ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ പാരൻസിന് എല്ലാത്തിനും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. അപ്പം ചിലപ്പോൾ നമ്മളെ ശരികൾ, നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആഗ്രഹിച്ച് നിൽക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ചിലപ്പോൾ അവരെ കൺവിൻസ് ചെയ്യാറുണ്ട് കുറച്ചും കൂടി പാടായി ചിലപ്പം അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഒക്കെ അങ്ങനെ ആയിരുന്നു. നമുക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ റിസ്ക് ഇല്ല. അങ്ങനെ ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ക്യാമറ എടുത്ത് വർക്കിന് പോകാൻ പറ്റാണ്ടായി. ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നമുക്ക് റെൻറ്റിന് കിട്ടാത്തതുകൊണ്ടും. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് പറ്റുന്നില്ല ചെയ്യാൻ. അങ്ങനെ വന്നപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഐ മീൻ എന്തെങ്കിലും വർക്കിനൊക്കെ പോകണം എന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ നിൽക്കും. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കും. അങ്ങനെ അവർ എന്നെ കുറേ അസിസ്റ്റൻ്റായിട്ട് കൊണ്ടുപോയി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. കാരണം നമ്മളെ അറ്റ്ലീസ്റ്റ് നമുക്ക് എന്തെങ്കിലും ചെയ്യാനെങ്കിലും പറ്റുന്നുണ്ടല്ലോ ഈ ഒരു ഫീൽഡിൽ എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ലൈറ്റ് ഗേളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ലൈറ്റ് പിടിക്കാൻ അസിസ്റ്റൻ്റായിട്ടൊക്കെ ഞാൻ പോയി. കുറേ 2-3 വർക്കിൻ്റെ ഞാൻ അസിസ്റ്റൻ്റായിട്ട് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വേറെ ഐ മീൻ ഞാൻ കുറച്ചും കൂടി ഡിസൈനിങ്ങിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. കുറച്ചും കൂടി ഇതൊക്കെ നമുക്ക് ബേസിക്സ് പഠിപ്പിച്ചു തരും കോളേജിൽ നിന്ന്. ഫോട്ടോഷോപ്പിൻ്റെ ഒക്കെ ബേസിക്സ് പഠിപ്പിച്ചു തരും. അതുകൊണ്ട് തന്നെ പക്ഷെ എനിക്കിതിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ലേനു. അത് വേറെ കാര്യം. എനിക്ക് ഗ്രാഫിക് ഡിസൈനിങ്ങിലൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ലേനു. കാരണം ഇതന്നെ പിടിച്ചിങ്ങനെ നിൽക്കണോണ്ട്. അതാണ് ചില സമയത്ത് നമ്മൾ ഇതൊക്കെ ഒന്ന് ലൂസാക്കണം എന്ന് തോന്നിയത് ആ ടൈമിലായിട്ട്. നമ്മളൊരു ഫീൽഡ് ചിലപ്പോൾ നമുക്ക് അത് കിട്ടാൻ എത്ര ശ്രമിച്ചിട്ടും നടക്കണില്ലെങ്കിൽ അത് വിടണം എന്ന് ഞാൻ പറയില്ല. നമ്മളൊന്ന് സ്റ്റേബിൾ ആവാണ്ട് അത് കിട്ടൂല എന്നുള്ളൊരു സാധനമാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സ്റ്റേബിൾ ആവാൻ നോക്കുക. അതായത് ആദ്യം തറട എന്ന് പറയൂലേ, അതേപോലെ ആദ്യം ഒരു തറടാൻ നോക്കുക. അതുപോലെ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ ഇനി ഗ്രാഫിക് ഡിസൈനിൽ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. ഡിഗ്രി കഴിഞ്ഞ് ഒരു 3 മാസത്തോളം ഞാൻ യൂട്യൂബ് നോക്കിയിട്ടും അല്ലാതെയൊക്കെ മാക്സിമം ഇത് പോസ്റ്റേഴ്സും അതൊക്കെ ചെയ്ത് വീഡിയോ എഡിറ്റിംഗ് ചെയ്ത് ഞാൻ ഇമ്പ്രൂവ് ആകാൻ നോക്കി. പിന്നെ എനിക്ക് എഡിറ്റിങ്ങിലൊക്കെ ഓൾറെഡി കുറച്ച് കൈവുള്ളതുകൊണ്ട് എനിക്ക് അത്ര വലിയ റിസ്ക് അല്ലായിരുന്നു ഫോട്ടോഷോപ്പ് ഐ മീൻ ഇല്ലുസ്ട്രേറ്ററൊക്കെ പഠിക്കുക എന്നുള്ളത്. ഞാൻ കുറേ യൂട്യൂബിൽ ചലഞ്ചസ് ഒക്കെ ഉണ്ടാവും, 30 days ചലഞ്ച് ഒക്കെ ഇല്ലുസ്ട്രേഷൻ്റെ, അതൊക്കെ പഠിച്ച് ഞാനിതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് സെറ്റാക്കി. അങ്ങനെ ഞാനൊരു CV ഒക്കെ സെറ്റാക്കി കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആഡ് ചെയ്തു. കാരണം ഞാൻ കുറച്ച് ഫിലിം പ്രൊമോഷൻ്റെ വർക്കിനൊക്കെ പോയിരുന്നു. അതും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഫിലിം പ്രൊമോഷൻ്റെ വർക്ക് ഒരിക്കലും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ എൻ്റെ ലൈഫിൽ പെട്ടെന്ന് വന്ന ഒരു സംഭവമായിരുന്നു. പക്ഷെ അത് ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു. അത് ഭയങ്കര ത്രില്ലിംഗ് ആണ്. കാരണം എനിക്ക് എന്താ പറയുക ഫിലിമൊക്കെ ഒന്ന് ഐ മീൻ എങ്ങനെയൊക്കെ കാര്യങ്ങളെന്നൊക്കെ അറിയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫിലിമിൻ്റെ ലാസ്റ്റ് പ്രൊമോഷൻ വർക്കുകളുണ്ടല്ലോ, അതാണ്
ഇതിലുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ വർക്ക് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ എനിക്ക് കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, കമ്പനി ആവാൻ പറ്റി. അതൊക്കെ എനിക്ക് ഈ ഫോട്ടോഗ്രാഫി കൊണ്ട് കിട്ടിയ ഉപകാരങ്ങളാണ്. അത് കുറേ ആൾക്കാർ വിചാരിക്കുമോ ഫോട്ടോഗ്രാഫി കൊണ്ട് എന്തുണ്ടാക്കി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും എൻ്റെ ലൈഫിൽ തന്നെ ഭയങ്കര നല്ല നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ടും ഇതിന് വേണ്ടിയിട്ട് ശ്രമിച്ച ടൈമിലാണ്. അപ്പോൾ ഈ പ്രൊമോഷൻ വർക്കിന് ഞാൻ പോയ സമയത്തും അതും ഭയങ്കര രസമായിരുന്നു. ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടും ഭയങ്കര ഓക്കെ ആയിട്ട് ചെയ്തതായിരുന്നു. അങ്ങനെ അങ്ങനത്തെ ഒരു കാര്യം ഫിലിം പ്രൊമോഷൻ വർക്കും എനിക്ക് ചെയ്യാൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എന്താ പറയുക കൂടുതൽ ഇതിൽ ഗ്രാഫിക് ഡിസൈനിങ്ങിൽ ഫോക്കസ് ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇനി ബാക്കി ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാനൊരു വർക്കിനൊക്കെ പോയി. അങ്ങനെ വർക്കൊക്കെ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഓഫീസിലിരുന്ന് ഒരാൾ അണ്ടറിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമെന്നൊക്കെ എനിക്ക് അപ്പോഴാണ് മനസ്സിലായി. പക്ഷെ വേറെ വഴിയില്ലല്ലോ. അങ്ങനെ കുറച്ചൊക്കെ ഞാൻ വർക്ക് ചെയ്തു. ആ ഒരു ടൈമിലൊക്കെ എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ഒന്നും കൂടി ചെയ്യാൻ തുടങ്ങി. കാരണം എനിക്ക് എന്തായാലും ഞാൻ കോളേജ് വേറെ പഠിക്കാനൊന്നും പോകണില്ല. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ ചിലവ് എന്തായാലും ഇല്ല. ബാക്കി ഫുൾ എൻ്റെ എന്തെങ്കിലും അല്ലറ ചില്ലറ എനിക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഡ്രസ്സ് എടുക്കണമെങ്കിൽ അതൊക്കെ ഉള്ളൂ. അതിന് അത്ര വലിയ എക്സ്പെൻസ് അല്ലെങ്കിൽ എങ്ങോട്ടേലും പോകണമെങ്കിൽ അല്ലെങ്കിൽ എന്തിനെങ്കിലും വേണ്ടിയിട്ട് അതിനൊക്കെയുള്ള എക്സ്പെൻസാണ് കൂടുതൽ വരല്. അപ്പോൾ അത് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റി. അങ്ങനെ ഞാൻ ഇത് കഴിഞ്ഞ് നിൽക്കുമ്പം ഈ ഒരു വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എത്രയായിട്ട് പറ്റണില്ല ഇത് ചെയ്യാൻ. ഓക്കെ ഞാൻ വർക്ക് ഫ്രം ഹോം നോക്കാമെന്ന് വിചാരിച്ചു. അതാവുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഷൂട്ടെങ്കിലും ചെയ്യാലോ എന്നുള്ളൊരു സാധനം വന്നു. ആ ടൈമിൽ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു ഫോട്ടോഗ്രാഫിൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന്. അത് ഞാൻ ഈ വർക്കിന് കയറുന്നതിന് മുന്നേ തുടങ്ങിയിട്ടു. അങ്ങനെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ലേഡി ഫോട്ടോഗ്രാഫർ എന്ന്. അപ്പോൾ ലേഡി ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. അതാവുമ്പോൾ എനിക്ക് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ചെയ്യാനെങ്കിലും പറ്റുമല്ലോ. ഐ മീൻ ഇതിൻ്റെ ടച്ച് വിടുമല്ലോ. എനിക്ക് മെയിൻ സങ്കടം അതായിരുന്നു. ഈ വർക്കൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ടച്ച് വിടുമോ ഐ മീൻ ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റൂലേ എന്നുള്ളൊരു സാധനേനും. പിന്നെ എനിക്ക് മനസ്സിലായി ഓക്കെ യൂട്യൂബ് ഉണ്ടല്ലോ, യൂട്യൂബിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം ടച്ച് വിടണില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. അങ്ങനെ കഴിഞ്ഞ് ഞാൻ യൂട്യൂബ് ചാനലിൽ കുറച്ച് വർക്കൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കര ഇടങ്ങാറായിരുന്നു. കാരണം എനിക്ക് ഇങ്ങനെ സംസാരിക്കാനേ പറ്റൂലേനും. ക്യാമറ ഫേസ് ചെയ്ത് സംസാരിക്കുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ അന്ന് മനസ്സിലായി. ഭയങ്കര ഇടങ്ങാറ്. ഞാൻ കുറേ തലയും കുത്തി മറിഞ്ഞൊക്കെ ശ്രമിച്ചു. പക്ഷേ ഞാൻ കോളേജ് പഠിക്കണമെന്ന് റേഡിയോ RJ ആയിട്ടൊക്കെ ചെയ്തുകൊണ്ട് കുറച്ചൊക്കെ എനിക്ക് കുഴപ്പമില്ല. എന്നാലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടേനു. ഞാനെന്തൊക്കെ പറഞ്ഞിട്ട് കുറേ ഇപ്പോഴും ഉണ്ട് തോന്നണ്. അങ്ങനെ കുറേ സംസാരിച്ചിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്തിരുന്നത്. പിന്നെ എനിക്ക് വീഡിയോയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പം പിന്നെ എനിക്ക് യൂട്യൂബിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാണ്ടായി. അങ്ങനെ അപ്പം എനിക്ക് ടെൻഷന് പിന്നെയും വന്നു, ഇനി ഇതിന്ന് ടച്ച് വിടുമോ എന്നുള്ള സാധനം. പിന്നെ ഞാൻ ഓക്കെ വർക്ക് ഫ്രം ഹോം നോക്കാം, അതാവുമ്പോൾ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ എടുക്കാമല്ലോ എന്നുള്ളൊരു സാധനം വന്നിട്ട് ഞാൻ ജോബൊക്കെ റിസൈൻ ചെയ്ത് വർക്ക് ഫ്രം ഹോം നോക്കി. ആ ടൈമിൽ ഞാൻ വിചാരിച്ചു ഈ വർക്ക് ഫ്രം ഹോം നോക്കണേൻ്റെ കുറച്ച് മുന്നേ അങ്ങനെ വെറുതെ ഇരിക്കുക, റിസൈനൊക്കെ ചെയ്തിട്ട് ഐ മീൻ വർക്ക് ഫ്രം ഹോം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ആ ടൈമിൽ എനിക്ക് തോന്നി വീട്ടിലിങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, കംഫർട്ട് സോൺ വിടണം. അങ്ങനെ ഞാൻ CUT എഴുതി, റിസൾട്ട് വന്നു. ഞാൻ മറ്റേ CUT യൂണിവേഴ്സിറ്റികളിലൊക്കെ അപ്ലൈ ചെയ്തു. ആ ടൈമിൽ എനിക്ക് വർക്ക് ഫ്രം ഹോം ജോബ് കിട്ടി. അപ്പം ഞാൻ രണ്ടും കൂടിയും ചെയ്യാൻ പറ്റുമോ നോക്കി. ഓക്കെ ആണ്. അപ്പം ഞാൻ ഓക്കെ എന്നാൽ യൂണിവേഴ്സിറ്റിയിൽ PG പഠിക്കാമെന്ന് വിചാരിച്ചു. ആ ടൈമിൽ എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. അവിടെ എൻ്റെ കോൺഫിഡൻസ് ആയിരുന്നു മെയിൻ. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ്, എന്തെങ്കിലുമൊക്കെ ആവും എന്നുള്ളൊരു സാധനം എനിക്കുണ്ടായിരുന്നു മനസ്സിൽ. ആ കോൺഫിഡൻസ് വെച്ചിട്ട് ഞാൻ ട്രെയിൻ കയറി ഇങ്ങോട്ട് ഹിമാചലിക്ക്. അങ്ങനെ ഞാൻ 2 വർഷമായി ഇപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ ഒരു 2 വർഷം എന്ന് പറയുകയാണെങ്കിൽ ഒരു 5 വർഷമായിട്ട് എൻ്റെ കാര്യം ഞാൻ തന്നെയാണ് നോക്കുന്നത്. അതിൽ ഈ 2-3 വർഷമായിട്ട് എൻ്റെ എല്ലാ കാര്യവും A to Z ഞാൻ തന്നെയാണ് നോക്കുന്നത്. എന്താ പറയുക, എനിക്ക് എൻ്റെ പാരൻസിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ 2 വർഷമായിട്ട് എൻ്റെ റൂം റെൻ്റ് ആയിക്കോട്ടെ, എൻ്റെ ഹോസ്പിറ്റൽ ബില്ല്, എൻ്റെ ബാക്കി ബിൽസ്, എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കുന്നത്. അവിടെയാണ് ഞാൻ ഫിനാൻഷ്യലി കുറച്ചും കൂടി ഇൻഡിപെൻഡൻ്റ് ആയി എന്നുള്ളൊരു സാധനം സെറ്റായത്. അപ്പം ഞാൻ ഇത്രയും കാലം ഹാർഡ് വർക്ക് ചെയ്ത് വന്നിട്ട് ഇപ്പം ഞാൻ കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ്. നമ്മൾ ഹാപ്പി ആയാൽ മതിയല്ലോ. ഹാപ്പിയാണ്, സെറ്റായി. ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട്, അതിനെ ഹാപ്പിയാണ്. ഇനി മേ ബി ഫ്യൂച്ചറിൽ ഞാൻ സെറ്റാക്കും. അതൊക്കെ തന്നെ അതുമ്മലാണല്ലോ ഇത് തുടങ്ങി. അപ്പം അതിലേക്ക് തന്നെ എത്തണ്ടേ. കുറേ
ഇത്രയും കാലം ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാവും മേ ബി ഇപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് പഠിക്കാനും സ്വന്തമായിട്ട് എൻ്റെ ബിൽസ് പേ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റണത്. ഞാൻ സ്വന്തമായിട്ടൊരു ഫോൺ വാങ്ങിച്ചു. ആ ഫോണിലാണ് ഞാൻ യൂട്യൂബിലത്തെ വീഡിയോ കൂടുതൽ എടുത്തു തുടങ്ങിയത്. എൻ്റെ കുറേ വീഡിയോ അത്യാവശ്യം സിനിമാറ്റിക് സാധനങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ എൻ്റെ സാംസങ്ങിൻ്റെ ഒരു ഫോൺ എടുത്ത്, ഞാൻ പുതിയ ഫോൺ എടുത്ത് അതിലാണ് ചെയ്തത്. നമ്മൾ പെർഫെക്റ്റ് ആവണം എന്ന് ഓക്കെ, എനിക്ക് ഇത്രയും വലിയ ജോബ് വേണം, പെർഫെക്റ്റ് ആവണം, അല്ലാണ്ട് ഞാൻ ജോബ് ചെയ്യില്ല എന്നൊക്കെ വിചാരിച്ചെന്നാൽ ചിലപ്പോൾ നമ്മൾ അവിടെ നിന്നേ പോവുള്ളൂ. നമുക്ക് പ്രായം കൂടിക്കൊണ്ടിരിക്കും. നമ്മുടെ ആ വർക്ക് ചെയ്യാനുള്ള ഒരു ഏജ് ഉണ്ടല്ലോ അതും മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. പ്രായം കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ ഇടുന്ന എഫേർട്ട് ചിലപ്പോൾ ആ ടൈമിൽ ഇടാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് പെർഫെക്റ്റ് ആവണമെന്ന് വിചാരിക്കണ്ട. നിങ്ങൾക്കൊരു 100 രൂപ കിട്ടുന്ന ജോബ് കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ജോബ് എന്നല്ല, നിങ്ങൾക്ക് സൈഡ് ഹസിലായിട്ടോ പാസീവിംഗ് ആയിട്ടോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു 100 രൂപയെങ്കിലും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതന്നെ വലിയ കാര്യമാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ പെർഫെക്റ്റ് ആവണം എന്ന് വിചാരിച്ച് നിൽക്കണ്ട. നമ്മളെ സ്കില്ല് എന്താണ്, നമ്മൾ എന്തിലാണ് ഇൻട്രസ്റ്റഡ് അതിൽ ഫോക്കസ് ചെയ്യുക. പിന്നെ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ തന്നെ ഇത്രയും ഇതിൽ വന്നെങ്കിലും ഞാനിപ്പോൾ എൻ്റെ PG പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിയാനായി, ഇത് ലാസ്റ്റ് സെമസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഡിഗ്രിയും കിട്ടി. എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷനും ഫുൾ കംപ്ലീറ്റ് ആവാൻ പോവാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പഠിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യണം. പക്ഷേ സൈഡായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ബട്ട് എഡ്യൂക്കേഷൻ വിടരുത്. ഇനിയിപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതും ഒരിക്കലും വിടരുത്. വർക്ക് ഉണ്ടെങ്കിൽ അതും വിട്ട് യൂട്യൂബിൽ നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ എന്തെങ്കിലും ചെയ്യുക, അങ്ങനെ നിൽക്കരുത്. ഇത് സെറ്റ് ആവും, 100% ഷുവറായാൽ മാത്രം അതിന് നിന്നാൽ മതി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക, സൈഡായിട്ട് എന്തെങ്കിലും ചെയ്യുക എന്ന് ഞാൻ എന്തായാലും പറയാണ്. അതിപ്പോൾ നിങ്ങൾ ഏത് ഏജ് ആയിക്കോട്ടെ. ഇപ്പം നിങ്ങളൊരു ഹൈസ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ടൈമിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തുടങ്ങാമെന്ന് ഞാൻ പറയുള്ളൂ. ഒരു 50 ഉറുപ്പ്യ കിട്ടിയാൽ നിങ്ങൾക്ക് ആ 50 ഉറുപ്പ്യക്ക് സ്വന്തമായിട്ട് മിഠായി വാങ്ങാനെങ്കിൽ പൈസ ഉണ്ടാക്കിയാൽ അവിടെ തന്നെ ഉണ്ട് നമ്മുടെ ആ ഒരു എന്താ പറയുക, ഒരു പ്രൗഡ് സാധനം വരാൻ. ഓക്കെ, എല്ലാ സ്കില്ലും യൂട്യൂബിൽ നിന്ന് തന്നെ പഠിക്കുക. അതുകൊണ്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ഡിജിറ്റൽ ആർട്ടെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ പല ടൈപ്പ് ഓഫ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും യൂട്യൂബ് ഉപയോഗിച്ചിട്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇൻട്രസ്റ്റ് അത് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. പിന്നെ കുറേ ആൾക്കാർ ജഡ്ജ് ചെയ്യാണ്ടാവും, അത് ഉറപ്പാണ്. ഇന്നൊക്കെ ഇപ്പോഴും നിർത്തിയിട്ടില്ല. കുറേ ആൾക്കാർ ഇപ്പോഴും നമ്മളിങ്ങനെ എന്താ പറയുക, ഇതിന് തളർത്തിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരിക്കലും അത് മൈൻഡ് ചെയ്യരുത്. ഞാനൊക്കെ കുറേ ഇങ്ങനെ ജഡ്ജ് ചെയ്ത് കുറേ കഴിയുമ്പോൾ നമുക്ക് തോന്നും നമ്മളാണോ ഇനി തെറ്റ് ചെയ്യുന്നത്, നമ്മളാണ് മിസ്റ്റേക്ക്, നമുക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ള ഒരു ഡൗട്ട്സ്, കാര്യങ്ങൾ, സെൽഫ് ഡൗട്ട് വരും. അങ്ങനെ ഒരിക്കലും വരരുത്, അത് തെറ്റാണ്. പക്ഷെ എനിക്ക് എന്താ പറയുക, അങ്ങനെ വന്ന് അത് പിന്നെ ഞാൻ ഓക്കെ കറക്റ്റ് ചെയ്ത് എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഞാൻ കുറേ ഫെയിലാവുമ്പോൾ ഞാൻ പിന്നെ അങ്ങനെ വീണ് പോയിട്ട് പിന്നെ ഒന്ന് ഉയർത്തുന്നേ. അപ്പോൾ അങ്ങനെ വീണ് പോകാൻ സമ്മതിക്കരുത്. എന്താ പറയുക, നിങ്ങൾ അങ്ങനെ ഒരിക്കലും നിങ്ങളെ വെച്ച് കമ്പയർ ചെയ്യേ, ഡൗട്ട്ഫുൾ ആവുക, സെൽഫിന് ഡൗട്ട് ആവുക, അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങളെ കാര്യത്തിൽ കോൺഫിഡൻസ് വെച്ചിട്ട് ഇനിയിപ്പോൾ അങ്ങനെ ആയിപ്പോയി തന്നെ കറക്റ്റ് ചെയ്ത് മുന്നിലേക്ക് വരിക. ഞാൻ കുറേ ട്രിപ്പ് പോയി, അത് മെയിൻ കാര്യം കേട്ടോ. അതായിരുന്നു ശരിക്കും ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ സെൽഫായിട്ട് ഏൺ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം, ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ട്രിപ്പ് പോയത്. അതന്നെ എൻ്റെ ഒരു 21, 22, 23, ഇപ്പം എനിക്ക് 23 വയസ്സാണല്ലോ, 21, 22, 23 ഈ വയസ്സിൽ ഞാൻ കുറേ ട്രിപ്പ് പോയി. എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. ഞാൻ ഇതിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ഇതൊക്കെ എത്ര വലിയ കാര്യമാണോ എന്നൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ച് എല്ലാതും വലിയ കാര്യമാണ്. അത് ഈ ട്രിപ്പ് ഞാൻ കാശ്മീർ പോയി. ഞാൻ എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചില്ല എനിക്ക് കാശ്മീരൊക്കെ ട്രിപ്പ് പോകാൻ പറ്റും. മഞ്ഞൊക്കെ ഞാൻ കാണുന്ന തന്നെ സ്വപ്നത്തോലെ വിചാരിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പക്ഷെ എനിക്ക് നമ്മളിങ്ങനെ മറ്റേ തുലിപ് ഗാർഡനൊക്കെ കണ്ടപ്പോൾ നമ്മളെ ബുക്കുമല കണ്ടാവില്ലേ, അതുമലൊക്കെ കണ്ട ഫോട്ടോ നേരിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഉള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ, അപ്പോഴൊക്കെയാണ് ഞാൻ ഇപ്പം പറയുമ്പോഴാട്ടോ അതിൻ്റെ ആ ഒരു ഇതൊക്കെ പ്രൗഡ് മൊമെന്റ് ഞാൻ ശരിക്കും ഫീൽ ചെയ്യുന്നത്. കശ്മീർ പോയി, പിന്നെ ഹിമാചലിൽ തന്നെ ഏകദേശം കുറേ സ്ഥലത്ത് ഞാൻ പോയി. ട്രക്കിങ്ങിന് പോയി, കരീരി പോയി, പിന്നെ ഞാൻ പഞ്ചാബ് പോയി, അങ്ങനെ കുറേ സ്ഥലത്ത് പോയി. ഇനിയും കുറേ പോവാണ്ട്. പക്ഷെ ഞാൻ ഇത്രയെങ്കിലും പോയല്ലോ, അതെന്നെ എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. മഞ്ഞൊക്കെ ഞാൻ 1, 2, 3 പ്രാവശ്യമായിട്ട് ഞാൻ മഞ്ഞൊക്കെ കണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയത്
ആഫ്റ്റർ ഞാൻ ഏൺ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ്. അത് നമ്മൾ ഏൺ ചെയ്ത് തുടങ്ങിയിട്ട് നമ്മൾ ട്രിപ്പൊക്കെ പോവാന്ന് പറയുമ്പോൾ അത് വലിയ കാര്യമാണ്. അപ്പം നിങ്ങൾ എന്താ പറയുക, കുറേ ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് ചില സാധനങ്ങളൊക്കെ മിസ്സാവും. ചിലപ്പോൾ ചില ആൾക്കാർ ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് കൂടെ പോകാനൊന്നും പറ്റാത്ത ടൈമൊക്കെ വരും, നമ്മളെ വർക്കും നമ്മളല്ലാത്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പക്ഷെ ഒരിക്കലും നിങ്ങളതും മിസ്സാവാതെ ശ്രമിക്കുക. മാക്സിമം എൻജോയ് ചെയ്യണമെങ്കിൽ ചെയ്യുക. ഈ പ്രായത്തിൽ എൻജോയ് ചെയ്യാനുള്ളത് ചെയ്യണം. ഞാനിപ്പോൾ കശ്മീർ പോയ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞങ്ങൾ ഗേൾസ് ട്രിപ്പായിരുന്നു. അപ്പോൾ ഗേൾസ് നമ്മൾ ആ ഒരു പോണ സമയത്ത് ഞാൻ പോയിട്ടില്ലെങ്കിൽ എനിക്കതൊരു മിസ്സായേനെ. പക്ഷെ ഈ പ്രായത്തിൽ മിസ്സാക്കാൻ പറ്റാത്തത് മാക്സിമം മിസ്സാക്കാതെ എൻജോയ്മെൻറ്റ് നടത്തിക്കൊണ്ട് പോവുക. ഒരിക്കലും നമ്മൾ ഒരാളെ അങ്ങനെ എന്തോ ഒരു വേർഡ് ഉണ്ട്, വൺസ് യു ഡിപ്പെൻഡ് സംവണ്ണോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതുപോലെ ഒരിക്കലും നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പം നമ്മുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള കാലഘട്ടത്തിൽ ചിന്തിക്കാനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ മാക്സിമം നമ്മൾ എന്താ പറയുക, നമ്മുടെ എഫേർട്ട് ഇട്ട് നമ്മുടെ ഹെൽത്തും എല്ലാം നമ്മുടെ എല്ലാ ആരോഗ്യം എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നമ്മൾ ഫിനാൻഷ്യലി സെറ്റ് ആവുള്ളൂ. ഫിനാൻഷ്യലി ഒരു ജേർണിയിൽ കുറേ സ്ഥലത്ത് ഞാൻ സ്റ്റക്കായി പോയെന്ന ടൈമിൽ ഞാൻ കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഓൺലൈനായിട്ടൊക്കെ ഞാൻ കുറേ വർക്ക്സൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഓൺലൈൻ വർക്ക്സും കുറച്ച് ഞാൻ ട്രൈ ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ. ഓൾറെഡി ഞാൻ ഫ്രാങ്ക്ലി വിയറിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ടീഷർട്ടും ഡിസൈനിങ് മേക്കിംഗ് ഒക്കെ. അതൊക്കെ നിങ്ങൾക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആ വീഡിയോൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ ഡൗട്ട് പറഞ്ഞായിരുന്നു. അതിനെക്കുറിച്ചൊരു വീഡിയോ ഒന്നുകൂടി ചെയ്യണമെന്നുണ്ട്. അപ്പം ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് ഫെയിൽ ആയതുകൊണ്ട് ചിലത് സക്സസ് ആയതുകൊണ്ട് ഏണിങ്സ് ഉണ്ടാക്കിയതുകൊണ്ട് ഇതിനെ കുറിച്ചിട്ടും ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കുറച്ചും കൂടി ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കുറേ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ത്രിഫ്റ്റ് ഷോപ്പൊക്കെ വെച്ചിട്ട് ഏൺ ചെയ്യാൻ നിൽക്കുന്നവരുണ്ട്, ട്യൂഷൻ എടുത്ത് ഏൺ ചെയ്യാൻ നോക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായ ഗേൾസ് ആയിക്കോട്ടെ ബോയ്സ് ആയിക്കോട്ടെ, ഗേൾസിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വന്ന ടൈമിൽ ഒരാളും ഫിനാൻഷ്യലി ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴായിക്കോട്ടെ അങ്ങനെ ശ്രമിക്കുന്ന ആരും ഞാൻ കണ്ടിട്ടില്ലേനും. ആരും എന്നല്ല, കണ്ടവരും ഒന്നോ രണ്ടോ, ഓക്കെ, അത്രേ ഉള്ളൂ. അല്ലാതെ അതിന് വേണ്ടിയിട്ട് ഭയങ്കര എഫേർട്ട്. പക്ഷെ ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരതല്ല, ഏൺ ചെയ്യുന്നവരുണ്ട്, ട്യൂഷൻ എടുക്കുന്നവരുണ്ട്, ഇങ്ങനെ ഷോപ്പ് ഇട്ടിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട്, പാട്ട് പാടിയിട്ട് പൈസ ഉണ്ടാക്കുന്നവരുണ്ട്, മെഹന്തി ഇട്ട് കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കുന്നവരുണ്ട്, ടൈറ്റിൽസ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ആൾക്കാർ ഏൺ ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ വലിയ സംഭവമാണ്, ചെറിയ ചെറിയ കാര്യമില്ല. പക്ഷേ ഇത് ചെയ്ത് നമ്മൾ കാര്യത്തിന് പൈസ ഉണ്ടാക്കാന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പം ഇവിടെ വന്നപ്പോൾ ഞാൻ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കും, ഞാൻ ചിലപ്പോൾ ഇവിടെ ഒന്നും ഇല്ലാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമ്മളെ കൊണ്ടൊന്നുമില്ല, ആ ഒരു സാധനം വന്നിരുന്നത് എന്താണോ അത് വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ അത്രയ്ക്ക് ഉള്ളൂ ഈ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മേ ബി ലോങ് ആയിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇങ്ങനെ എന്തെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക. അപ്പോൾ അത്രയ്ക്ക് ഉള്ളൂ. ബൈ.